ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ സിമ്പിളായിട്ട് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് നമുക്കൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടുന്നത് ഒരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഫയലിൽ പോയി ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന ആ ഒരു പേജിൽ നമുക്ക് നമുക്ക് വേണ്ട പേജിൻ്റെ ഹൈറ്റ് വിഡ്ത്ത് സെലക്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ 1280 720 കിടപ്പുണ്ട്, അത് തന്നെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് കൊടുത്തു. പിന്നെ നമുക്ക് ഈ വരുന്ന പേജിലാണ് നമ്മൾ വർക്ക് ചെയ്യണത്, അതായത് ആ ലോഗോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ എസ് ആൻഡ് എ ആ ഒരു 2 ലെറ്റേഴ്സ് വേണം. അതിന് നമ്മൾ ടെക്സ്റ്റ്, ഇപ്പോൾ ഓൾറെഡി ടെക്സ്റ്റ് ആക്ടിവേറ്റ് ആണ്, എന്നാലും പറയാം. ടീയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ആക്ടിവേറ്റ് ആകും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ടാണെങ്കിലും സെലക്ട് ചെയ്യാം, അതെങ്ങനെയാലും ആട്ടെ. ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തു. ഹൈറ്റ് ഇപ്പോൾ എനിക്ക് കിടക്കണതെല്ലാം ഞാൻ നേരത്തെ ചെയ്തിട്ടതിൻ്റെ പേരിൽ എല്ലാം ഇത് തന്നെ കിടക്കണം. എനിക്ക് സെഞ്ച്വറി സ്റ്റൈല്, പിന്നെ ഇതാ ഇവിടെ 300 ഹൈറ്റ്, അത് മതി. ടെക്സ്റ്റ് എസ് എൻ്റർ അടിച്ചു, എസ് ക്ലിക്ക് ചെയ്തു. കളർ റെഡ് കളർ തന്നെ എനിക്ക് വേണ്ടത്, റെഡ് ജസ്റ്റ് ടിക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി വേണം, അതായത് ആ എ എന്നുള്ള ലെറ്ററിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂവ് ടൂൾ സെലക്ട് ചെയ്യണം. അതിന് വിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ടൂൾ ആക്ടിവേറ്റ് ആവും. ജസ്റ്റ് നമ്മളൊന്ന് ഓൾട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇതിലൊന്ന് പിടിച്ചിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോപ്പി ആയിട്ട് കിട്ടും, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ ഇതിനെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എ എൻ്റർ ചെയ്തു, എ ടൈപ്പ് ചെയ്ത് എനിക്ക് ഇതിൻ്റെ കളറൊന്ന് മാറ്റണം, ഗ്രേ കളറാക്കണം. എന്നതാ ഇവിടെ പോയിട്ട് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇത് കളറിൽ ഈ ഒരു ഗ്രേ കളർ ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ടിക്ക് ചെയ്യാം. ഇനി വേണ്ടത് നമുക്കിതിനൊന്ന് പ്ലേസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ. അതിന് ഈ എ ആണ് സെലക്ട് ആക്കി കിടക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഈ ആരോക്കി ഉപയോഗിച്ചിരുന്നിട്ട് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാം, നിങ്ങൾ മൂവ് ചെയ്ത് എനിക്കിപ്പോൾ ഏതാണ്ട് ഇവിടെ മതി. ശകലം താഴേക്കൊക്കെ ഇവിടെ വെച്ച് ഓക്കെ. ഇതൊന്ന് സൂം ചെയ്ത് നോക്കി ഒരു ശകലം ഇവിടെ താഴേക്ക് ഇതൊക്കെ. അപ്പോൾ ഇനി നമുക്കിതിൽ ഈ ഒരു ഭാഗം, ഈ എസിൻ്റെ ഈ ഒരു ഭാഗം ഈ എയുടെ ബാക്കിലൂടെ, ഇനി ഈ ഒരു ഭാഗം വന്നിട്ട് ഫ്രണ്ടിൽ കൂടെ, ഈ ഒരു ഭാഗം ബാക്കിൽ കൂടെ, ഇനി ഈ ഒരു എസിൻ്റെ ഇത്രയും ഭാഗം ഫ്രണ്ടിൽ കൂടെ വേണ്ടത്. അപ്പോൾ അതിന് ആദ്യം നമുക്ക് ഈ ടെക്സ്റ്റ് എക്ക് ഒരു ലെയർ മാസ്ക് കൊടുക്കാം. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി, ലെയർ മാസ്ക് ആഡായി. പിന്നെ പോയിട്ട് കൺട്രോളിൽ പ്രസ് ചെയ്ത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ എസിൻ്റെ ഔട്ടർ അത്രയും സെലക്ട് ആയിട്ട് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഓൾട്ട് ഡിലീറ്റ്. അതിന് മുന്നേ വേറൊരു കാര്യം നോക്കണം, ഈ ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആണോ നോക്കണം. അതിന് നമുക്ക് എക്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർഗ്രൗണ്ട് ബ്ലാക്കായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൾട്ട് പ്ലസ് ഡിലീറ്റ്. അപ്പോൾ ഈ സെലക്റ്റഡ് ആയിട്ടുള്ള ഏരിയക്കകത്ത് ഈ എയുടെ ഏതൊക്കെ ഭാഗം വന്നോ അത്രയും ഭാഗം റിമൂവ് ആയിട്ട് നമുക്ക് കാണാം. ഇനി പോയിട്ട് കൺട്രോൾ ഡി കൊടുത്തു കഴിഞ്ഞാൽ ഡീസെലക്റ്റ് ആയി. ഇനി ഈ ഭാഗം ഫ്രണ്ടിലും ഈ ഭാഗം ബാക്കിലും, ഈ ഭാഗം ഫ്രണ്ടിലും ഈ ഭാഗം ബാക്കിലുമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഈ ഒരു ഭാഗം, ഈ എയുടെ ഈ പോയ ഭാഗം നമുക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു. ഈ ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കണം. എക്സിൽ തന്നെ വീണ്ടും പ്രസ് ചെയ്തു. എന്നിട്ട് ഓൾട്ട് ഡിലീറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ആ പോയ ഭാഗം അത്രയും തിരിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ പോയിട്ട് ഈ ഭാഗം തിരിച്ച് നമുക്ക് ഈ എയുടെ ഈ ഇത്രയും ഭാഗം നമുക്ക് ഫ്രണ്ടിലാണ് വേണ്ടത്. അപ്പോൾ അതിന് ഈ ഇത്രയും ഭാഗം കൂടെ നമുക്ക് സെലക്ട് ചെയ്യണം. ഇവിടുന്ന് ഇത്രയും ഭാഗം സെലക്ട് ചെയ്യും. ഇത്രയും ഭാഗം സെലക്ട് ചെയ്തിട്ട് ഫോർഗ്രൗണ്ട് വൈറ്റാണ്, ഓൾട്ട് പ്ലസ് ഡിലീറ്റ്, നമുക്കത് കിട്ടി. ഓക്കെ, കൺട്രോൾ ഡി കൊടുത്ത് സെലക്ഷൻ ഞങ്ങൾ പോയി, ഡീസെലക്റ്റ് ആയി. ഇനി ഇതിനെ ഈ 2 ഗ്രൂപ്പിനെ നമുക്കൊന്ന് എന്താ പറയുക, സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുത്തു. ഇനി ഇതിനെ നമുക്കൊന്ന് സെൻറ്ററിൽ കൊണ്ടുവരണം, ഈ ഒരു പേജിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവരണം. അതിന് ഈ 2 ലെയറും ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, മൂവ് ടൂൾ ആക്ടിവേറ്റ് ചെയ്യുക, വിയിൽ പ്രസ് ചെയ്ത് വെർട്ടിക്കൽ സെൻറ്റർ, ഹൊറിസോണ്ടൽ സെൻറ്റർ കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ പേജിൻ്റെ സെൻറ്ററിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ വേണ്ടത് തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമുക്ക് ആ ഒരു മെറ്റൽ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഇമേജ് വേണം. അതിന് നമുക്ക് ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ് ഈ സിൽവർ മെറ്റൽ.
ഇത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഈ ഫയലിലേക്ക് കൊണ്ടുവരണം. ഇതിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഇത് കവർ ചെയ്യണ രീതിയിൽ ആ എസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യണ രീതിയിലൊന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്തു. ടിക്ക് കൊടുത്തു ഇനി ഇതിനെ നമുക്ക് ഇതിപ്പോൾ ഫ്രണ്ടിലല്ലേ, നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ലെയറിന് ഇതിപ്പോൾ ഇങ്ങനെ കാണുന്നത് ഇതിപ്പോൾ നമുക്ക് ബ്ലെൻഡിങ് മോഡ് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഇതല്ല. ബ്ലെൻഡിങ് മോഡ് ഒന്ന് മാറ്റി മൾട്ടിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കളറും പിന്നെ ആ ടെക്സ്ചറും ഇതിൽ ആഡായിട്ട് നമുക്ക് കാണാം. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഇത് മതി. ഇനി ഇതിൽ നമുക്ക് ആ S&A സ്റ്റുഡിയോ എന്നുള്ള ഒരു ടെക്സ്റ്റ്, ആ ചെറിയൊരു ടെക്സ്റ്റ് നമുക്കിവിടെ കൊണ്ടുവരണം. അതിന് T എൻ്റർ ചെയ്തു, Tയിൽ ക്ലിക്ക് ചെയ്തു, ഹൈറ്റ് ഒരു 25 കൊടുത്ത് എൻ്റർ ചെയ്തു. ഇവിടെ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിന് കളർ ഇപ്പോൾ വൈറ്റ് കിടന്നുകൊണ്ട് കാണാൻ കഴിയുന്നില്ല. ജസ്റ്റ് നമുക്ക് ബ്ലാക്ക് ആക്കി കൊടുക്കാം. ബ്ലാക്ക് ഓക്കെ. സ്റ്റുഡിയോ ടെക്സ്റ്റ് എൻ്റർ ചെയ്തിട്ട് നമുക്കിതൊന്ന് ടിക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈസൊന്ന് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ലെങ്തിൽ തന്നെ സൈസൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിത് കൺട്രോൾ T പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് വെച്ചാലും മതി. ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചു. ഇവിടെ സൈസ് ഒന്ന് കറക്റ്റ് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെക്കാം. ഈ ആരൊക്കെ ഉപയോഗിച്ച് കുറച്ചൊന്ന് മുകളിലേക്ക് വെച്ചു. ഇത് മതി. ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് നമുക്ക് ഇതിനൊന്ന് ഒരു ബോൾഡായിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ഒന്ന് ബോൾഡാക്കാം. അതിന് ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തു, സെലക്ട് ടെക്സ്റ്റ് ഫുള്ളൊന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ പോയിട്ട് ഈ ബോൾഡ് ഇതൊന്ന് ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി ഇതിനെ നമുക്കൊന്ന് മെർജ് ചെയ്യാം. ഈ 3 ലെയറിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മെർജ് ചെയ്തു, സ്മാർട്ട് ഒബ്ജക്റ്റായിട്ട് മെർജ് ചെയ്തു. ഇനി ഇതിന് നമുക്കൊരു ഷാഡോയും കൂടെ ആഡ് ചെയ്യണം. ഷാഡോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി കൂടെ അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് അതായത് നമ്മളിതിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഡ്രോപ്പ് ഷാഡോ കാണാം. അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് ഇതിൽ പോയിട്ട് ഷാഡോ ഇത് ബ്ലെൻഡ് ഇത് മൾട്ടിപ്ലൈ ഇത് തന്നെ കുഴപ്പമില്ല. ഒപ്പാസിറ്റി 75 കൊടുക്കാം. 75 കൊടുത്ത് ഇപ്പോൾ ആംഗിൾ ഒരു 45 കൊടുത്തു. ഡിസ്റ്റൻസ് നമുക്ക് ആവശ്യാനുസരണം ഇപ്പോൾ ഡിസ്റ്റൻസ് ഇപ്പോൾ 3 നടക്കുന്നത് 5 കൊടുത്ത് നോക്കാം. 5 കൊടുത്ത് നോക്കി കുഴപ്പമില്ല. നമുക്കൊരു 10 കൊടുത്തു. ഒരു 10 ഇപ്പോൾ കാണാൻ വലിയ കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇതിലൊന്നും വലിയ ചെയ്യേണ്ട സൈസൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇത് തന്നെ മതി. ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുത്തു. ഇതൊന്ന് സൂം ചെയ്തിട്ട് നോക്കാം. നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയാൽ നോക്കാം. കുഴപ്പമില്ല. ഇനി ഈ ഫയലിനെ നമുക്ക് സേവ് ചെയ്യാം. ഒരു ലോഗോ ആയിട്ട് സേവ് ചെയ്യാം. ആ ലോഗോ ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ മുന്നേ ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് ക്രോപ്പ് ചെയ്യണം. അല്ലെന്നല്ല നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജിലോ എന്തെങ്കിലും ഒരു ഇതിലേക്ക് നമ്മളിതെടുത്ത് വെക്കുമ്പോൾ ഈ ഫുൾ സൈസിൽ തന്നെ നമുക്ക് വരും. ഇത്ര സൈസിൽ കിട്ടും. അപ്പോൾ അത് നമുക്ക് വേണ്ട. അതിന് നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്നുകൂടെ ഒന്ന് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. അതിന് ഇമേജിൽ പോയിട്ട് ട്രിം എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ട്രിമ്മിൽ പോയി ഒരു മിനിറ്റ്. അതിന് വേണ്ടി ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണ്ട ഒന്ന് ഹൈഡ് ചെയ്യാം. ഒന്ന് ഹൈഡ് ചെയ്തിട്ട് ഇമേജിൽ ട്രിമ്മിൽ പോയി ഈ ട്രാൻസ്പെറൻറ്റ് പിക്സൽ കൊടുത്തു. ഇതെല്ലാം ടിക്കാണ്. ഓക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് അത്രയും ഭാഗം നമുക്ക് വേണ്ടുന്ന അത്രയും ഭാഗം മാത്രം നമുക്ക് ട്രിമ്മായിട്ട് കിട്ടി. ഇനി വേണമെങ്കിൽ ഇതിനെ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ PNG ഫയലായിട്ട് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ലോഗോ അത്രയും ഭാഗം മാത്രമായിട്ട് നമുക്ക് എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഇമേജിലോ എന്തെങ്കിലും കൊണ്ടുവെക്കണമെങ്കിൽ കൊണ്ടുവെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സേവാസ് കൊടുത്തു. അതിനൊരു പാത്ത് ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഫോൾഡറിൽ തന്നെ ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കുക. അതിൽ പോയി ഫയൽ നെയിം കൊടുത്തു. ഇവിടെ ഇപ്പോൾ ഫോട്ടോഷോപ്പിൻ്റെ ഫോർമാറ്റ് കിടക്കുന്നത് PSD. അത് വേണ്ട. നമുക്ക് PNG ആയിട്ട് സേവ് ചെയ്താൽ മതി. ഇതുണ്ടോ PNG എന്ന് പറഞ്ഞാൽ PNG സെലക്ട് ചെയ്തു, ഫോർമാറ്റ് സെലക്ട് ചെയ്തു, സേവ് കൊടുക്കാം. ഓക്കെ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ആ ഒരു ലോഗോ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഇതിലേക്ക് ഒരു ഫോട്ടോയിലൊക്കെ എന്തിലേക്കെങ്കിലും എടുത്ത് വെക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ലോഗോ മാത്രമായിട്ട് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഏത് ഇമേജിലേക്കാണ് വെക്കുന്നത് ആ ബാക്ക്ഗ്രൗണ്ട് മാറാതെ തന്നെ ഈ ഒരു ലോഗോ മാത്രമായിട്ട് നമുക്ക് കിട്ടും.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.